നമസ്തേ. ഇന്ന് നിലവിളക്കിനെ കുറിച്ചും നെയ്വിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയാം. നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുകൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു. നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സകല ദേവതകളുടെയും സാന്നിധ്യം നിറഞ്ഞതാണ് നിലവിളക്ക്. അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും ചെയ്യണം. ഇനി വിളക്ക് കത്തിക്കാൻ പലതരത്തിലുള്ള എണ്ണകളുണ്ടെങ്കിലും വളരെ പവിത്രമായതും ഏറ്റവും ഉത്തമമായതും നമ്മൾ കണക്കാക്കുന്നത് നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുന്നതാണ്. നെയ്യ് സാത്വികമാണ്. അതിനാൽ നെയ്വിളക്കിന് നിരവധി ആത്മീയമായ അർത്ഥങ്ങളും പറയുന്നുണ്ട്. നെയ്വിളക്കിൻ്റെ സാത്വിക പ്രഭാവം അതിന് ചുറ്റിനും നിൽക്കുന്നവരെ സ്വാധീനിക്കുമെന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നു. നെയ്വിളക്ക് കത്തിച്ച് നിത്യവും പ്രാർത്ഥിക്കുന്നവർക്ക് മോക്ഷം വരെ നേടാമെന്നും ആചാര്യന്മാർ വ്യക്തമാക്കുന്നു. നെയ്വിളക്കിൻ്റെ ദീപത്തിൻ്റെ ശോഭ അത് തെളിയിക്കുന്ന ഭവനത്തിനും അവിടുത്തെ വ്യക്തികളിലും പകരുന്നതാണ്. അതിനാൽ തന്നെ മറ്റെണ്ണകളേക്കാൾ വിളക്ക് കത്തിക്കാനും നിത്യവും വിളക്ക് കൊളുത്തിയുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും പവിത്രമായും ഉത്തമമായും പശുവിൻ നെയ്യ് കൊണ്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഇനി വിളക്കിൽ 2 തിരിയിട്ട് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ കത്തിക്കുക. ഒറ്റ തിരിയിട്ട് കത്തിക്കുന്നത് മരണ വീടുകളിലാണ്. ഒറ്റത്തിരിയിട്ട് കത്തിക്കുന്നത് മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു. 2 തിരിയിട്ട് കത്തിക്കുന്നത് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. 3ഉം 4ഉം തിരികൾ ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. 5 തിരിയിട്ട് കത്തിക്കുന്നതിന് ഭദ്രദീപം എന്നാണ് പറയുന്നത്. ഭദ്രദീപം പൊതുവെ അമ്പലങ്ങളിലാണ് കാണാറുള്ളത്. ഭദ്രദീപം സർവ്വ ഐശ്വര്യത്തിനും കാരണമാകുന്നു. എന്നാൽ ചില വിശേഷ ദിനങ്ങളിൽ ഭദ്രദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വിളക്ക് കൊളുത്തുമ്പോൾ വീടിൻ്റെ പിൻവാതിൽ അടച്ചിട്ടും മുൻവാതിൽ തുറന്നിട്ടും വിളക്ക് കൊളുത്തുക.